നമസ്കാരം കൂട്ടുകാരെ, 2025 പുറത്തിറങ്ങിയ അതിഗംഭീര ചലച്ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് ഷാഹി കബീർ എഴുതിയ ചലച്ചിത്രം മാർട്ടിൻ പ്രക്കാട്ടും രഞ്ജിത്ത് നായരും സിബി ചവറയും കൂടിയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. കുഞ്ചാക്കോ ബോബനും പ്രിയാമണിയും ജഗദീഷും വിശാഖ് നായരും അടങ്ങുന്ന വലിയൊരു താരനിരയാണ് ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിയേറ്ററിൽ വിജയമായിരുന്ന ചലച്ചിത്രം നിലവിൽ OTT-യിലൂടെ എല്ലാവരിലേക്കും എത്തുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചലച്ചിത്രം ജനങ്ങളിലേക്ക് എത്തുന്നത്. കാണാൻ താല്പര്യപ്പെടുന്നവർ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ചലച്ചിത്രം കാണുമല്ലോ. രസകരമായ ചലച്ചിത്രത്തിന്റെ കഥാസംഗ്രഹം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങളോടെയാണ്. ആത്മഹത്യാക്കുറിപ്പെഴുതിയ അദ്ദേഹം പോലീസ് ഷർട്ടും അടിവസ്ത്രവും മാത്രം ധരിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. കഥ അവിടെ നിന്നും ആലുവ സ്റ്റേഷനിലേക്ക് പോകുന്നു. ആലുവ സ്റ്റേഷനിൽ അന്ന് പുതിയ CI ഹരിശങ്കർ ചാർജ് എടുക്കുകയാണ്. പുതിയ CI എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ട്. ഹരിശങ്കർ ഒരു DYSP ആയിരുന്നു. ഡിമോട്ട് ചെയ്ത് CI ആയി മാറിയതാണ്. ഹരിശങ്കർ എന്ന ചാർജ് എടുക്കാൻ എത്തും. ആ സമയമാണ് അങ്ങോട്ടേക്ക് ബസ്സിലെ മോഷണക്കുറ്റം ആരോപിച്ച് ഒരു പ്രൈവറ്റ് ബസ് എത്തുന്നത്. വയോധികയായ ഒരു സ്ത്രീയുടെ മാല പിന്നിലിരുന്ന സ്ത്രീ കട്ടു എന്നാണ് അവർ ആരോപിക്കുന്നത്. SI വേണു കേസ് അറ്റൻഡ് ചെയ്തു. വളരെ പെട്ടെന്ന് മാല കിട്ടി കേസ് ഒതുക്കി വിടാനുള്ള ശ്രമത്തിലായിരുന്നു വേണു. പക്ഷേ ആരോപണ വിധേയയായ സ്ത്രീയാകട്ടെ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. താൻ മാല മോഷ്ടിച്ചിട്ടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. വൈകാതെ CI എത്തുന്നു എന്ന വിവരം ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുകയാണ്. ഏവരും CIയെ വരവേൽക്കാൻ തയ്യാറായി നിന്നു. CI ഹരിശങ്കർ നേരെ സ്റ്റേഷനിലെത്തി. തന്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് ആരോപണ വിധേയയായ മോഷണക്കുറ്റം ചുമത്തപ്പെട്ട ആ സ്ത്രീ താനല്ലെന്ന് വളരെ കനത്ത രീതിയിൽ പോലീസിനോട് എതിർത്ത് പറയുന്നതും മറ്റും അദ്ദേഹം കേൾക്കുന്നത്. ഉടൻ CI ഹരിശങ്കർ ആ സ്ത്രീയുടെ മുമ്പിലേക്ക് വന്നു. അവളോട് മാല എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴും അവൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ലേഡി കോൺസ്റ്റബിൾ ഇല്ലാത്തതുകൊണ്ട് അവരെ പരിശോധിക്കാനും വേറെ വഴിയില്ല. അവളാണെങ്കിൽ തണ്ടിൽ ഹരിശങ്കറോട് തന്നെ വേണമെങ്കിൽ സാർ തപ്പി നോക്കിക്കോ എന്ന് ഡയലോഗ് അടിച്ചു. ഹരി എന്ന ഹരിശങ്കറിന് അത് കേട്ടതും വല്ലാതെ രോഷം പൊന്തി വന്നു. ഹരിശങ്കർ ആ സ്ത്രീയെ മർദ്ദിക്കുകയാണ്. ഉടനടി കൂടെയുണ്ടായിരുന്ന സ്ത്രീ കുറ്റമേറ്റെടുത്തു. മാല താൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ ഇവിടെയൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടോ, എന്തിനാ നിങ്ങളൊക്കെ യൂണിഫോം ഇട്ട് നടക്കുന്നേ എന്ന് പറഞ്ഞ് ഹരിശങ്കർ തന്റെ ക്യാബിനിലേക്ക് പോയി. ഹരിശങ്കർ മർദ്ദിച്ച സ്ത്രീ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും ഹരിശങ്കർ മർദ്ദിച്ചത് SI വേണുവിനടക്കം ഭയമുണ്ടാക്കിയിരുന്നു. അവരൊന്നും മെഡിക്കലിനൊക്കെ കൊണ്ടുപോയി വിട്ടാ പോരെ എന്ന തരത്തിൽ വേണു ചോദിച്ചെങ്കിലും ആ വൃദ്ധയായ സ്ത്രീയെ കോടതി കയറ്റിയിറക്കണോടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട ഹരിശങ്കർ ഒന്നും വേണ്ട വിട്ടേക്കാൻ പറഞ്ഞു. വേണുവിനെപ്പോഴും ഭയമുണ്ടായിരുന്നു. വേണു അപ്പോഴത്തെ DYSP ചാർജുള്ള ഷാഹുലിനെ വിളിച്ച് വിവരം റിപ്പോർട്ട് ചെയ്തു. ഷാഹുലും ഹരിയും ഒന്നിച്ചു പഠിച്ചവരും സുഹൃത്തുക്കളുമാണ്. ഷാഹുൽ അതിനെപ്പറ്റി പറയാൻ ഹരിയെ വിളിച്ചെങ്കിലും ഹരി ഷാഹുലിനോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല തന്റെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് അതിന്റെ പേരിൽ ഒന്ന് ശാസിക്കുകയും താൻ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ ആരും നല്ല രീതിയിൽ സർവീസ് കഴിഞ്ഞു പോവില്ല എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷമാണ് ഹരിയുടെ സ്റ്റേഷനിലേക്ക് മറ്റൊരു കേസ് എത്തുന്നത്. KSRTC കണ്ടക്ടറായ ചന്ദ്രബാബു ഭാര്യയുടെ ചികിത്സയുടെ ആവശ്യാർത്ഥം സ്വർണ്ണമാല പണയം വെക്കാൻ ശ്രീറാം ഫിനാൻസിൽ ചെന്നു. അവിടുത്തെ സ്റ്റാഫ് സ്വർണം ചെക്ക് ചെയ്തപ്പോ അത് മുക്കുപണ്ടമാണെന്ന് തെളിഞ്ഞു. പക്ഷേ ചന്ദ്രബാബു പറയുന്നത് അത് ഒറിജിനൽ സ്വർണമായിരുന്നു, ശ്രീറാം ഫിനാൻസുകാർ അത് മാറ്റിയതാണ് എന്നാണ്. കേസ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നു. കേസിന്റെ വിശദവിവരങ്ങൾ ഹരി കേട്ടു. ചന്ദ്രബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ ചന്ദ്രബാബു ജെനുവിനാണ് എന്ന് ഹരിശങ്കറിന് തോന്നി. മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി ഓഗസ്റ്റ് 2-ാം തീയതി അദ്ദേഹം മേടിച്ചു കൊടുത്ത മാലയാണത്. എല്ലാം കേട്ട ഹരിശങ്കർ ചന്ദ്രബാബു പറഞ്ഞത് സത്യമാണോ എന്ന് ചന്ദ്രബാബു പറഞ്ഞ അതേ ജുവലറിയിൽ വിളിച്ച് ചോദിക്കാൻ പറയുകയാണ്. അത് സത്യമാണ് എന്ന് തെളിഞ്ഞിരുന്നു. അതോടെ ചന്ദ്രബാബുവിനെയും കൂട്ടിക്കൊണ്ട് ഭാര്യ അഡ്മിറ്റായ ആശുപത്രിയിലേക്ക് ഹരി പുറപ്പെട്ടു. കൂടെ കോൺസ്റ്റബിൾസും ഉണ്ട്. അവിടെ ചന്ദ്രബാബുവിന്റെ മകളും ഉണ്ടായിരുന്നു. PROയോട് പറഞ്ഞ് ഹോസ്പിറ്റലിലെ പണമടയ്ക്കാൻ ചന്ദ്രബാബുവിന് സമയം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുവെന്ന് പറയാൻ ഒരു കോൺസ്റ്റബിളിനെയും ചന്ദ്രബാബുവിനെയും പറഞ്ഞുവിട്ട് മാലയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്ന ഹരി ചന്ദ്രബാബുവിന്റെ മകളെ ചോദ്യം ചെയ്യുകയാണ്. അതിൽ നിന്ന് ഹരിക്കൊരു കാര്യം മനസ്സിലായി. ആ മാല മാറ്റിയത് ചന്ദ്രബാബുവിന്റെ മകൾ തന്നെയാണ്. അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവളെ പറ്റിച്ച് ലൈംഗികമായടക്കം ഉപയോഗിച്ച് ചതിച്ച് കടന്നു കളഞ്ഞ ഒരുത്തൻ അവനാണ് അവളുടെ മാല കൊണ്ടുപോയത്. അച്ഛൻ ഗിഫ്റ്റ് തന്ന മാലയായതുകൊണ്ട് അവൾ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ധരിക്കുകയായിരുന്നു. PROയെ കണ്ട് തിരികെ വന്ന ചന്ദ്രബാബു കണ്ടത് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അസ്വസ്ഥയായ മകൾ കണ്ണു തുടച്ച് CT സ്കാൻ എടുക്കാൻ പോകുന്ന ഭാര്യയ്ക്കൊപ്പം പോകുന്നതാണ്. എന്തോ പ്രശ്നമുണ്ട് എന്ന് ചന്ദ്രബാബുവിന് തോന്നിയിരുന്നു. ചന്ദ്രബാബു അടുത്തെത്തിയപ്പോ
ഹരി പറഞ്ഞു, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ നാളെ നിങ്ങൾ മകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം. എന്തേലും പ്രശ്നമുണ്ടോ സാർ? ചന്ദ്രബാബു ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ ഹരി അവിടെ നിന്ന് പോന്നു. പിന്നാലെ ഹരിയാമാലയുടെ ഫോട്ടോ എടുത്ത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. പ്രധാനമായും ആ മാല എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമായിരുന്നു ചന്ദ്രബാബു പറഞ്ഞിരുന്നത്. പ്രവീണെന്നും ആന്റണി എന്നും പേരുള്ള 2 കോൺസ്റ്റബിൾസ് ആയിരുന്നു ആ അന്വേഷണത്തിനിറങ്ങിയത്. ഒരുപാട് പണയം വെക്കുന്ന കടകളിലും ഫിനാൻസ് സ്ഥാപനങ്ങളിലും മറ്റും കയറി ഒടുവിൽ ഒരിടത്തു നിന്നും അവർക്ക് ആ മാല കണ്ടുകിട്ടുകയാണ്. അത് പണയം വെച്ച വ്യക്തിയുടെ ഡീറ്റെയിൽസും അവർക്ക് കിട്ടി. മാല കണ്ടെടുത്തപ്പോ അതേ വ്യക്തി അവിടെ മറ്റു 2 മാലകൾ കൂടി ഒന്നിച്ച് പണയം വെച്ചിരുന്നു. അതാകട്ടെ ഒരു പെൺകുട്ടിയുമായിരുന്നു. ഇതേ സമയം മറുവശത്ത് ഹരിയാകട്ടെ തന്റെ പരിചയക്കാരി കൂടിയായ ഒരു വക്കീലിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. തന്നെ ഡിമോട്ട് ചെയ്തതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ പുറപ്പാട്. അതിൽ വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല എന്ന മട്ടിൽ വക്കീല് പറഞ്ഞപ്പോ, നിനക്ക് പറ്റുമെങ്കിൽ കേസ് ഫയൽ ചെയ്യ്, ഇല്ലെങ്കിൽ ഞാൻ വേറെ നല്ല വക്കീലിനെ വെച്ച് വാദിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഹരി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഹരി എപ്പോഴും അതേ തരത്തിൽ ഗൗരവക്കാരനായിരുന്നു. പോരാത്തതിന് കുറച്ചധികം സ്ട്രെയിറ്റ് ഫോർവേഡുമാണ്. നിലവിലൊരു IPS-കാരനെ തല്ലി എന്ന കുറ്റത്തിന്റെ പേരിലാണ് അയാൾ ഡിമോട്ട് ചെയ്യപ്പെട്ടിരുന്നത്. തിരികെ വരുന്ന വഴിയിൽ ഹരി പ്രവീണിനെയും ആന്റണിയെയും കണ്ടു. ചന്ദ്രബാബു പറഞ്ഞത് സത്യമാണെന്നും അനശ്വര ജ്വല്ലറിയിൽ നിന്ന് അയാൾ സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്ന് ആന്റണി ഹരിയോട് പറഞ്ഞു. പിന്നാലെ കണ്ടുകിട്ടിയ 3 ചെയിനിൽ 2ാമത്തെ ചെയിൻ ജോസഫ് ചെമ്പോല എന്ന് പറഞ്ഞ വ്യക്തിയാണ് വാങ്ങിയിട്ടുള്ളതെന്നും 3ാമത്തെ ചെയിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടില്ലെന്നും അത് ഗിരിപ്പായി ജ്വല്ലറിയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്, അങ്ങോട്ടേക്ക് പോയി അന്വേഷിക്കേണ്ടതുണ്ട് എന്നും ആന്റണി വ്യക്തമാക്കി. അതുകൂടി അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞ് ഹരി അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് പോരുകയാണ്. പിന്നാലെ ഒരു കാര്യം കൂടി ഹരി മനസ്സിലാക്കി. 2ാമത്തെ മാല ജോസഫ് ചെമ്പോല എന്ന് പറഞ്ഞ വ്യക്തിയുടേതാണെന്ന് തെളിഞ്ഞിരുന്നു. ജോസഫ് ചെമ്പോല ഒരു പോലീസുകാരനായിരുന്നു. കർണാടക പോലീസിലുള്ള ആ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കഥാതുടക്കത്തിൽ പറഞ്ഞ അതേ ആത്മഹത്യ. ഹരി പിന്നാലെ അന്വേഷണത്തിന്റെ ഭാഗമായി മരിച്ചുപോയ ജോസഫിന്റെ വീട്ടിലെത്തി. 8 മാസമായി ജോസഫ് മരിച്ചിട്ട് എന്ന വിവരം ഹരി അവിടെ നിന്ന് അറിയുകയാണ്. മാലയുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോ അത് മകളുടെ മോഷ്ടിക്കപ്പെട്ട മാലയാണെന്നും കോളേജിൽ പോയ വഴിക്ക് ആരോ പൊട്ടിച്ചുകൊണ്ട് പോയതാണ് എന്നുമായിരുന്നു ജോസഫിന്റെ മകൾ ഹരിയോട് പറഞ്ഞത്. പക്ഷേ അവളുടെ പെരുമാറ്റത്തിലും മറ്റും ഭയപ്പെടുന്ന പോലെയൊക്കെ ഹരിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിക്ക് ചെറിയ സംശയമുണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാലും ഹരി അവിടെ വെച്ച് മറ്റൊന്നും ചോദിച്ചില്ല. പറയുന്ന കൂട്ടത്തിൽ ജോസഫിന്റെ മകൾ മാല മോഷണം പോയ വിവരം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു എന്ന കാര്യവും കൂട്ടിച്ചേർത്തിരുന്നു. അതോടെ ആ കേസ് ഫയൽ എടുക്കാൻ ഹരി കോൺസ്റ്റബിളിനടുക്കൽ ആവശ്യപ്പെട്ടു. ഇതേ സമയം മറുവശത്ത് പ്രവീണും ആന്റണിയും 3ാമത്തെ മാലയുടെ ഉടമയെ കണ്ടെത്താൻ ഗിരിപ്പായി ജ്വല്ലറിയിലെത്തിയിരുന്നു. അവിടെ നിന്നും കസ്റ്റമറുടെ പേരുവിവരങ്ങൾ കിട്ടിയതും അത് കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഉടനടി ആന്റണി DYSP ഷാഹുലിനെ വിളിച്ചു നടക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു. ഷാഹുൽ ഗിരിപ്പായി ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ ആ വിവരങ്ങൾ ഹരിയെ ഇപ്പോൾ അറിയിക്കേണ്ടെന്നും എന്തെങ്കിലും കാരണം പറഞ്ഞൊഴിയാനും ആന്റണിയോടും പ്രവീണിനോടും ആവശ്യപ്പെട്ടു. ഹരി തിരികെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ചന്ദ്രബാബു കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. മകളുമായി സ്റ്റേഷനിലേക്ക് വരണം എന്ന് ഹരി പറഞ്ഞതിൽ ആശങ്ക പൂണ്ട ചന്ദ്രബാബു എന്താ കാര്യമെന്നറിയാൻ എത്തിയതായിരുന്നു. ഹരി വന്നതും ചന്ദ്രബാബു എത്തി ഹരിയോട് കാര്യം തിരക്കി. നിങ്ങളോട് മകളുമായി നാളെ വരാനല്ലേ പറഞ്ഞേ, പിന്നെ ഇപ്പോഴേ വന്നതെന്തിനാണ് എന്നായി ഹരിയുടെ ചോദ്യം. കാര്യം എന്താണെന്ന് അറിയാനാണ് സാർ. എന്തിനാ മകളെയൊക്കെ വിളിക്കുന്നത്? എന്റെ മകൾ അങ്ങനൊന്നും ചെയ്യില്ല സാർ, അവളെ ഞാൻ അങ്ങനല്ല വളർത്തിയത് എന്ന് ചന്ദ്രബാബു പറഞ്ഞപ്പോ ഹരി പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവൻ അവളെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. നാളെ മോളുമായി വരാൻ പറഞ്ഞത് അവളുടെ മൊഴിയെടുത്ത് കേസ് രേഖപ്പെടുത്താനാണ്. അത് കേട്ടതും ചന്ദ്രബാബു ഒന്ന് ഞെട്ടിയിരുന്നു. ചന്ദ്രബാബു പറഞ്ഞു, എന്റെ മോൾ അത്രക്കാരിയല്ല സാർ. സാറ് വന്ന് ചോദ്യം ചോദിച്ചു പോയ ശേഷം അവളുടെ പെരുമാറ്റം കണ്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒറ്റ മോള, എന്തു വന്നാലും അവളെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരില്ല സാർ. അത് കേട്ടതും ഹരിക്ക് ദേഷ്യം വന്നു. ഹരി പറഞ്ഞു, 18 വയസ്സിൽ താഴെയുള്ള കൊച്ച നിങ്ങൾ കൊണ്ടുവന്നില്ലേ, പോക്സോ വെച്ച് എനിക്ക് കേസെടുക്കാൻ പറ്റും. അപ്പോഴേക്കും DYSP ഷാഹുൽ ഹരിയെ വിളിച്ചിരുന്നു. തന്റെ ഓഫീസിലേക്ക് വരാൻ ഹരിയോട് ഷാഹുൽ ആവശ്യപ്പെട്ടു. ഹരി അങ്ങോട്ടേക്ക് എത്തുകയാണ്. കേസിന്റെ കാര്യമൊക്കെ ഷാഹുൽ ചോദിച്ചു. അതുവരെയുള്ള കണ്ടെത്തലുകളും മറ്റും ഹരി ഷാഹുലിനോട് വിശദീകരിച്ചു. 3ാമത്തെ ചെയിന്റെ ഡീറ്റെയിൽസ് കൂടി കിട്ടിയ ബാക്കി കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്ന തരത്തിൽ ഹരി പറഞ്ഞപ്പോൾ ഷാഹുല് ഒരു പേപ്പർ എടുത്ത് ഹരിക്ക് കൊടുത്തു. ഹൈദരാബാദിൽ സൈബർ ക്രൈമിന്റെ ഒരു ട്രെയിനിങ് ഉണ്ടെന്നും അതിന് പോവാൻ ചുമതലപ്പെടുത്തിയിരുന്ന CI മെഡിക്കൽ ലീവിൽ പോയതുകൊണ്ട് നീ അതിന് പോകേണ്ടി വരും എന്നും ഷാഹുൽ ഹരിയോട് പറഞ്ഞു. SP-യുടെ ഓർഡറാണ് എന്നും കൂട്ടിച്ചേർത്തു.
എനിക്കുള്ള പണിയാണല്ലേ എന്ന മട്ടിൽ ഹരി ചോദിച്ചപ്പോ IPSകാരുടെ മൂക്കിടിച്ചു വരുത്തിയപ്പോ ഇത്തരത്തിലുള്ള പണി വരുമെന്ന് ആലോചിക്കണമായിരുന്നടാ എന്നായിരുന്നു ഷാഹുൽ പറഞ്ഞത്. ഷാഹുലിന്റെ ഓഫീസിൽ നിന്ന് ദേഷ്യം പിടിച്ച് പുറത്തേക്കിറങ്ങിയ ഹരി അവിടെ DYSP ഓഫീസിൽ എത്തിയിരുന്ന ആന്റണിയെ കണ്ടു. അതോടെ താനിപ്പോ അന്വേഷിക്കുന്ന കേസിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനാണോ ഷാഹുലടക്കം ശ്രമിക്കുന്നത് എന്ന് ഹരിക്ക് തോന്നുകയാണ്. തിരികെ ഷാഹുലിന്റെ മുറിയിലേക്ക് കയറി ചെന്ന് ഹരി പറഞ്ഞു, ഹൈദരാബാദിലേക്ക് ട്രെയിനിങ്ങിന് അയച്ച ഞാൻ ആ മാല കേസ് വിടുമെന്നാണോ നീ കരുതിയേ? ഞാൻ അതിന്റെ പുറകെ തന്നെ കാണും. അതും പറഞ്ഞ് ഹരി പുറത്തേക്ക് പോയി. ഷാഹുല് എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയോടെ ഹരി വീട്ടിലേക്കെത്തി. ഹരിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. നിലയെന്നും മിന്നു എന്നുമാണ് മക്കളുടെ പേരുകൾ. ഭാര്യയുടെ പേര് ഗീതയെന്നാണ്. വീട്ടിലേക്ക് കയറി വന്ന ഹരി പതിവ് വിശേഷങ്ങൾ പറഞ്ഞു. ട്രെയിനിങ്ങിന്റെ കാര്യവും മറ്റും കൂട്ടിച്ചേർത്തു. ഇളയ മകളുടെ കയ്യിലേക്ക് ചോക്ലേറ്റ്സ് കൊടുത്ത ഹരി മൂത്ത മകൾക്ക് കൂടി അതിൽ നിന്ന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗീതയുടെ മുഖമൊന്ന് മാറുന്നുണ്ടായിരുന്നു. വൈകാതെയാണ് ഹരിയെ തേടി ഒരു ഫോൺ കോൾ എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു വിവരമായിരുന്നു ഹരിക്ക് ലഭിച്ചത്. ചന്ദ്രബാബുവിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഹരി ഉടനടി ചന്ദ്രബാബുവിന്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഹരി ചോദ്യം ചെയ്തതിനു ശേഷം ചന്ദ്രബാബുവിന്റെ മകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത്, ഹരിയാണ് അവളുടെ മരണത്തിന് പിന്നിൽ എന്നായിരുന്നു ചന്ദ്രബാബുവിന്റെ ആരോപണം. നാട്ടുകാരൊക്കെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങോട്ടേക്കാണ് ഹരി വന്നിറങ്ങിയത്. അവിടുണ്ടായിരുന്ന ഷാഹുൽ നാട്ടുകാരെയൊക്കെ ഒന്ന് മയപ്പെടുത്തി നിർത്തിയതായിരുന്നു. ഹരിയുടെ വരവോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. ഹരിയെ കണ്ടതും ചന്ദ്രബാബുവും നിയന്ത്രണം വിട്ട് ഹരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും മറ്റും ആരംഭിച്ചു. ചന്ദ്രബാബുവിനെ ഒതുക്കി നിർത്തി ആത്മഹത്യ ചെയ്ത ചന്ദ്രബാബുവിന്റെ മകളുടെ മൃതദേഹം നോക്കാൻ ഹരി അകത്തേക്ക് കയറി ചെന്നു. ചന്ദ്രബാബുവിന്റെ മകൾ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. വാതിൽ തുറന്ന് അത് കണ്ട ഹരിക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് വരികയാണ്. അയാളുടെ ഓർമ്മയിലേക്ക് ചില കാര്യങ്ങൾ മിന്നിമാഞ്ഞു. അയാളുടെ മകൾ നില ആത്മഹത്യ ചെയ്ത ആ ദിവസത്തെ ഓർമ്മകൾ. നാട്ടുകാരാണെങ്കിൽ വലിയ തോതിൽ ഇടഞ്ഞു തുടങ്ങിയിരുന്നു. ഒടുവിൽ പോലീസ് അകമ്പടിയോടെ ഹരിയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഹരി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയ ഹരി ഭാര്യയ്ക്കടുത്ത് നില എവിടെയെന്ന് ചോദിച്ചു. അവൾക്ക് തലവേദനയായിരുന്നു, നേരത്തെ ഉറങ്ങിയെന്നായിരുന്നു ഗീത മറുപടി പറഞ്ഞത്. ഹരി മുറിയിലേക്ക് ഓടിച്ചെന്ന് നോക്കി. അവിടെങ്ങും നിലയുണ്ടായിരുന്നില്ല. അതോടെ ഗീതയ്ക്കെതിരെ തിരിഞ്ഞ ഹരി ദേഷ്യത്തിൽ ഗീതയെ തല്ലിയും ഉപദ്രവിച്ചും നില എവിടെയെന്ന് ചോദിക്കാൻ ആരംഭിച്ചു. ഗീത ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഹരി ബലം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ സാക്ഷിയായി ഇളയമകൾ മിന്നുവും നിൽക്കുന്നുണ്ട്. നിയന്ത്രണം വിട്ട ഗീത ഹരിയെ തള്ളിമാറ്റി. പിന്നാലെ അയാളെ നടക്കുന്ന കാര്യം പറഞ്ഞു. നിങ്ങളെ എന്റെ മകളെ കൊന്നത്, നിങ്ങൾ കാരണ അവളിപ്പോ ഈ ലോകത്തില്ലാത്തത്. അത് കേട്ടതും ഹരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. ഓർമ്മകളുടെ തള്ളിച്ചു കയറി വന്ന ഹരി മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ബോധരഹിതനായി താഴെ വീണു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ASI ആയിരുന്ന തോമസിന്റെ മകളുടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ശ്യാം എന്നൊരു പയ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഹരിയായിരുന്നു ചേസിങ്ങിലൂടെയും മറ്റും അവനെ പിടികൂടിയത്. ASI തോമസിനെതിരുള്ള ഒരു പ്രതികാര നടപടിയായിരുന്നു പിടികൂടപ്പെട്ട ശ്യാമിന്റേത്. 16 വയസ്സുള്ളപ്പോൾ ASI തോമസ് ശ്യാമിന്റെ പേരിൽ ഒരു പോക്സോ കുറ്റം ചുമത്തി. അന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഫോർവേഡ് ചെയ്ത കേസായതുകൊണ്ടായിരുന്നു വീട്ടുകാരടക്കം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും തോമസിനത് ചെയ്യേണ്ടി വന്നത്. അതിനെതിരെ പ്രതികാര നടപടിക്ക് ശ്യാം ഇറങ്ങി. തോമസിന്റെ മകളെ മയക്കുമരുന്നൊക്കെ കൊടുത്ത് മയക്കി അവൻ ലൈംഗികമായി പീഡിപ്പിച്ചു. ഒടുവിൽ ഉപേക്ഷിച്ചു. അതിന്റെ മനോവിഷമത്തിലായിരുന്നു തോമസിന്റെ മകൾ ആത്മഹത്യ ചെയ്തത്. പക്ഷേ പ്രധാന പ്രശ്നം അതൊന്നും ആയിരുന്നില്ല. ശ്യാമിനെ പിടികൂടിയപ്പോൾ ശ്യാമിന്റെ ലാപ്ടോപ്പ് കണ്ടെടുത്തിരുന്നു. അതിനുള്ളിൽ ഞെട്ടിക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഹരിശങ്കറിന്റെ മകൾ നിലയുമായുള്ള അവന്റെ കാമക്കൂത്തിന്റെ വീഡിയോ ആയിരുന്നു അത്. ഹരിയുടെ മകളും ശ്യാമിന്റെ ഒരു ഇരയായിരുന്നു എന്നവിടെ വെച്ച് വ്യക്തമാവുകയാണ്. വിവരമറിഞ്ഞിരുന്ന ഷാഹുൽ ഹരി ഇത് അറിയുന്നതിന് മുമ്പ് ഹരി അവിടെ നിന്ന് മാറ്റാൻ ഗീതയെ വിവരം വിളിച്ചു പറഞ്ഞു. ഗീത വിളിച്ച് ഹരി പോവാനിറങ്ങിയതുമായിരുന്നു. അപ്പോഴാണ് ASI തോമസ് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്യാമുള്ള മുറിയിലേക്ക് ചെന്ന തോമസ് ശ്യാമിനെ തല്ലുന്ന അവസ്ഥയിലേക്ക് കടന്നു. മറ്റ് പോലീസുകാർ വന്ന് തോമസിനെ പിടിച്ചു മാറ്റുകയാണ്. കൂട്ടത്തിൽ ഹരിയുമുണ്ടായിരുന്നു. ഒരു കൂസലുമില്ലാതെ ശ്യാമാകട്ടെ ആ ലാപ്ടോപ്പിൽ തോമസിന്റെ മകളുടെ വീഡിയോ മാത്രമല്ല മറ്റ് പലരുടെയും വീഡിയോ ഉണ്ടെന്നും അതെല്ലാം നെറ്റിലൂടെ വിടുമെന്നുമൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കാൻ ആരംഭിച്ചു. കോൺസ്റ്റബിൾ ഇടയ്ക്കൊന്ന് തെന്നിമാറി ഹരിയെ നോക്കുന്നതും മറ്റും ഹരി ശ്രദ്ധിച്ചിരുന്നു. കോൺസ്റ്റബിൾ ആ ലാപ്ടോപ്പ് എടുത്തു വെക്കാൻ പോയപ്പോ അതിലെന്താ ഉള്ളതെന്ന് നോക്കാൻ ഹരി തുനിഞ്ഞു. കോൺസ്റ്റബിളൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഹരി നിർബന്ധിച്ച് അതിലെ വീഡിയോ വെച്ച് കണ്ടു. തന്റെ മകളുടെ ആ വീഡിയോ ഹരി കണ്ടതും ഹരിയാകെ തകർന്നു പോയിരുന്നു. നിയന്ത്രണം വിട്ട ഹരി ശ്യാമിനെ കടന്നാക്രമിക്കുകയാണ്.
ഹരിയുടെ മർദ്ദനത്തിലും ആക്രമണത്തിലും ശ്യാം അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ASI തോമസ് ഒഴികെ ബാക്കി എല്ലാവരും അത് കണ്ട് ഞെട്ടല്ലായിരുന്നു. ഹരിയാണെങ്കിൽ വേഗം പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതേസമയം വീട്ടിലെത്തിയ ഗീത വിവരമൊക്കെ അറിഞ്ഞിരുന്നതുകൊണ്ട് ഡിപ്രസ്ഡ് ആയിരുന്ന മകളെ ആശ്വസിപ്പിക്കാനും അവളുടെ ഭയം ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്കാണ് വേർപിടിച്ച് ഹരി എത്തുന്നത്. ഹരിയെ തടയാനും മകളുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാനും ഗീത ശ്രമിച്ചെങ്കിലും വീഡിയോ അടക്കം കണ്ടിരുന്ന ഹരി നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. മകൾ ലോക്ക് ചെയ്തിരുന്ന വാതിൽ ചവിട്ടി തുറക്കാനും മറ്റും ഹരി ശ്രമിച്ചു. വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്ന ഹരി കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഹരിയെ തകർത്തു കളയുന്നതായിരുന്നു. മകൾ നില ആത്മഹത്യ ചെയ്തിരുന്നു. അത് കണ്ട് ഷോക്കായ ഹരി ബോധരഹിതനായി താഴെ വീണു. അന്നത്തെ ആ സംഭവത്തിൽ പിന്നീട് കുറച്ചു നാളുകൾ ഹരി ട്രീറ്റ്മെന്റിലായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അടങ്ങുന്ന കുറച്ചു കാലം ഹരിയുടെ ഓർമ്മയിൽ നിന്ന് തന്നെ പോയിരുന്നു. അതുകൊണ്ടായിരുന്നു നിലയെപ്പറ്റിയുള്ള ഓർമ്മകൾ ഹരിക്കുണ്ടാവാതിരുന്നത്. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരികയാണ്. വീട്ടിൽ നിന്ന് ബോധം കെട്ട് വീണ ഹരി വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. മകളുടെ മരണത്തിൽ ഹരിയാണ് കുറ്റക്കാരൻ എന്നാരോപിച്ച ചന്ദ്രബാബു നിയമ പോരാട്ടത്തിനായും ഇറങ്ങി. ഹരിയുടെ മെന്റൽ ഹെൽത്ത് അടക്കം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഷാഹുലിനോട് നിലവിൽ സുപ്പീരിയേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക പോലുമാണ്. ഡിപ്പാർട്ട്മെന്റ് റൂൾസ് അനുസരിച്ച് ഒരു സൈക്യാട്രിക് പേഷ്യന്റ് ഒരിക്കലും ഫോഴ്സിൽ തുടരാൻ പാടില്ല എന്നുണ്ട് എന്ന് ഷാഹുൽ ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചു. ഹരിക്ക് അങ്ങനെ പറയത്തക്ക മെന്റൽ ഇൽനെസ് ഒന്നുമില്ല. മകൾ മരിച്ച ഷോക്കിൽ കുറച്ചു കാലത്തെ ഓർമ്മകൾ ആ ഇൻസിഡന്റ് ഒക്കെ അയാളുടെ മൈൻഡിൽ നിന്ന് മാഞ്ഞുപോയി. നിലവിൽ അതേ തരത്തിൽ മറ്റൊരു കേസ് വന്നപ്പോ അതിന് ദൃക്സാക്ഷിയായപ്പോ ആ ഓർമ്മകൾ അയാളിലേക്ക് തിരികെ വന്നു. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. തന്റെ മകളുടെ മരണത്തിന് താനാണ് കാരണം എന്ന കുറ്റബോധം കൊണ്ടായിരുന്നു അന്ന് ഹരിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടത്. ഞാൻ ഹരിയോട് സംസാരിച്ചിരുന്നു. അയാളിപ്പോ കംപ്ലീറ്റ്ലി നോർമലാണ്. വൈകാതെ ഒരു കാര്യം കൂടി വ്യക്തമായി. 3 ചെയിനുകൾ പണയം വെക്കപ്പെട്ടിരുന്നല്ലോ. അതിലെ 3ാമത്തെ ചെയിൻ ഹരിയുടെ മകളുടേതായിരുന്നു. അതുകൊണ്ടാണ് ആന്റണി ആ വിവരം ഹരിയെ വിളിച്ച് പറയാതെ ഷാഹുലിന് റിപ്പോർട്ട് ചെയ്തതും. ഡോക്ടർ ഷാഹുലിനോട് വിശദമായി പറഞ്ഞു, ഈ കേസുമായി അയാൾ ഇപ്പോൾ ഒരുപാട് ഇൻവോൾവ് ആണ്, കണക്റ്റഡ് ആണ്. അയാൾ ഒരു പോലീസുകാരൻ മാത്രമല്ലല്ലോ, ഒരു അച്ഛൻ കൂടിയല്ലേ. ഇതേസമയം മറ്റു ചിലത് കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഹരിയുമായി ഇനി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹരിയുടെ ഭാര്യ ഡിവോഴ്സുമായി മുമ്പോട്ട് പോവാൻ തീരുമാനിച്ചു. ഷാഹുൽ തന്റെ ഭാര്യ ചിത്രയ്ക്കൊപ്പം എത്തി ഗീതയുമായി സംസാരിക്കാനും ഒരു കോംപ്രമൈസിലെത്താനും ശ്രമിച്ചെങ്കിലും ഗീത ഒരു തരത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ 2ാമത്തെ മകളുടെ ഭാവിയെങ്കിലും തനിക്ക് നോക്കണമെന്നും ഇതൊക്കെ കണ്ടു വളർന്നാൽ അവളുടെ ഭാവി നന്നാവില്ല എന്നുമായിരുന്നു ഗീത പറഞ്ഞത്. ഹരി ഗീതയ്ക്കടുത്ത് സംസാരിക്കാൻ എത്തിയപ്പോ തന്റെ മകളുടെ മരണത്തിന് കാരണം ഹരിയാണെന്നും ഒരിക്കലും അതിന് ഹരിയോട് താൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് ഗീത അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ASI തോമസിനെ കാണാൻ ഹരി തോമസിന്റെ വീട്ടിൽ ചെന്നു. ഹരിയെന്ന് ശ്യാമിനെ കൊന്നിരുന്നല്ലോ. ആ കേസ് ഏറ്റെടുത്തത് തോമസ് ആയിരുന്നു. സ്വമേധയാ അയാൾ ആ കേസ് ഏറ്റെടുത്തു. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇപ്പോൾ അദ്ദേഹം പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനായിരുന്നു തോമസ് ആ കേസ് ഏറ്റെടുത്തത് എന്ന തരത്തിൽ ഹരി ചോദിച്ചു നിൽക്കെ തോമസ് പറഞ്ഞു, അന്ന് സാറത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. തോമസ് അത് പറഞ്ഞു നിൽക്കെ അങ്ങോട്ടേക്ക് തോമസിന്റെ ഭാര്യ വന്നു. അവരത് കേട്ടിരുന്നു. അന്ന് വൈകിട്ട് ഷാഹുൽ ഹരിയെ കാണാനെത്തി. ഹരിയോട് തട്ടിക്കയറി, നീ എന്തിനാ തോമസിനെ കാണാൻ പോയെ? നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ആ കേസ് അയാളുടെ തലയിൽ വെച്ച് കെട്ടിയതൊന്നുമല്ല. അയാൾ സ്വയം ഏറ്റെടുത്തതാണ്. അന്ന് അയാൾ ആ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ SP അടക്കം 5-8 പോലീസുകാരുടെ പണി പോയേനെ. ഇപ്പൊ തന്നെ ആ ചന്ദ്രബാബു DGPക്കും ചീഫ് മിനിസ്റ്ററിനും അടക്കം നിനക്കെതിരെ പരാതി കൊടുത്തിരിക്കുക. അതിന്റെ ഇടയിലെ ഇതും കൂടി. ഷാഹുലിനൊപ്പം ഭക്ഷണവുമായി ഭാര്യ ഗീത വന്നിരുന്നു. ഗീത പറഞ്ഞു, ഹരി ചിത്രയുമായി ഞാൻ സംസാരിച്ചിരുന്നു. കുറച്ചുനാളുകൂടി നീ വെയിറ്റ് ചെയ്, അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്, ഒക്കെ ശരിയാകും. ഹരി അപ്പോഴും എന്തൊക്കെയോ ആലോചനയിൽ മുഴുകിയിരുന്നു. അന്ന് രാത്രിയിൽ ഒന്ന് സംഭവിച്ചു. തോമസിന്റെ വീട്ടിലേക്ക് 2 പെൺകുട്ടികളും 3 പയ്യന്മാരും അടങ്ങുന്ന ഒരു സംഘം കയറി വന്നു. തോമസിന്റെ മകളുടെ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞായിരുന്നു അവരുടെ വരവ്. മകൾ മരിച്ചപ്പോ വരാൻ പറ്റിയിരുന്നില്ലെന്നും തങ്ങളൊക്കെ ബാംഗ്ലൂരിൽ ഇപ്പോ മെഡിസിന് പഠിക്കുകയാണ് എന്നുമൊക്കെ പറഞ്ഞിരുന്ന അവർ തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി. തോമസിന്റെ ഭാര്യ അവർക്ക് വെള്ളമെടുക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയപ്പോ അന്നയും സെലിനും അവർക്കൊപ്പം അകത്തേക്ക് പോയി. പിന്നാലെ നാരങ്ങ വെള്ളം കലക്കുവാൻ തുടങ്ങി. നാരങ്ങ വെള്ളവുമായി ഹാളിലേക്ക് വന്നതും അവരായിരുന്നു. അവർ തന്നെ ഓരോ ഗ്ലാസും എടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. കൂട്ടത്തിൽ തോമസിനും ഭാര്യയ്ക്കും. പക്ഷേ പിന്നീടുള്ള സംസാരത്തിലും മറ്റുമായി വന്നവരുടെ പെരുമാറ്റത്തിൽ തോമസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. തോമസ് അതോടെ സ്കൂളിലെ മകളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് അവരോട് തന്നെ ഈ ഫോട്ടോയിൽ നിങ്ങൾ എവിടാണ് എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ തുടങ്ങി. അതോടെ വന്ന ആ പയ്യന്മാരുടെയും പെൺകുട്ടികളുടെയും തനിമുഖം വെളിച്ചത്തു വരികയായിരുന്നു. അവർ യാഥാർത്ഥ്യത്തിൽ തോമസിന്റെ മകളുടെ സുഹൃത്തുക്കളൊന്നുമായിരുന്നില്ല. മറിച്ച് തോമസിന്റെ മകളെ പീഡിപ്പിച്ചു കൊന്ന് കസ്റ്റഡിയിൽ മരണപ്പെട്ട ശ്യാമിന്റെ സുഹൃത്തുക്കളായിരുന്നു. ശ്യാമിന്റെ മരണത്തിന് പ്രതികാരം തീർക്കാൻ അങ്ങോട്ടേക്ക് എത്തിയതാണ് അവർ. പിന്നാലെ അവർ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ തോമസിനോട് പറഞ്ഞു. നിങ്ങളുടെ മകളെ പീഡിപ്പിച്ചു എന്ന പേര് പറഞ്ഞല്ലേ നിങ്ങൾ അവനെ കൊന്നത്. പക്ഷേ അവൻ മാത്രമല്ല അത് ചെയ്തത്.
ചെയ്തത് ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റി അത് പറഞ്ഞപ്പോൾ ലാൻസും സത്യയും കൂടി തങ്ങളും അത് ചെയ്തിട്ടുണ്ട് എന്നേറ്റു പറഞ്ഞു. തോമസ് ദേഷ്യത്തോടെ ക്രിസ്റ്റിയെ കടന്നു പിടിച്ചു. അങ്കിളിന് ആ വീഡിയോ കാണണോ എന്ന് ചോദിച്ച് കൂട്ടത്തിലെ പെൺകുട്ടി ആ വീഡിയോ പ്ലേ ചെയ്തു. തോമസിന്റെ ഭാര്യയുടെ പിന്നിൽ നിന്നായിരുന്നു വീഡിയോ പ്ലേ ചെയ്യപ്പെട്ടത്. തോമസ് അത് കണ്ട് വല്ലാതായി പോയിരുന്നു. ഭാര്യ തിരിഞ്ഞു നോക്കാൻ പോയതും തിരിയണ്ട എന്ന് പറഞ്ഞ് തോമസ് മുഖം തന്റെ നേരെ പിടിച്ചു. അപ്പോഴാണ് തോമസ് അത് കാണുന്നത്. ഭാര്യയുടെ മൂക്കിൽ നിന്ന് രക്തമെടുക്കുന്നു. തോമസിന്റെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയിരുന്നു. ആ നിമിഷം അത് വ്യക്തമാവുകയായിരുന്നു. നാരങ്ങാ വെള്ളം കലക്കിയപ്പോൾ തോമസിനും ഭാര്യയ്ക്കും കൊടുത്ത നാരങ്ങാ വെള്ളത്തിൽ വിഷം കലർത്തപ്പെട്ടിരുന്നുവെന്ന്. വൈകാതെ അവിടെ കുഴഞ്ഞു വീണ് തോമസും ഭാര്യയും കൊല്ലപ്പെട്ടു. ഈ കാഴ്ചകൾ കണ്ട് രസിച്ച് മയക്കുമരുന്നടക്കം ഉപയോഗിച്ച് ആ പയ്യന്മാരും പെൺകുട്ടികളും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട് വീഴുന്നതിന്റെ തൊട്ടുമുമ്പ് തോമസിന്റെ ഭാര്യ, എന്താ മക്കളെ നിങ്ങൾ ഈ ചെയ്തത്? ശ്യാമിനെ കൊന്നത് ഇദ്ദേഹമല്ല, ഹരിശങ്കർ സാറ എന്നറിയാതെ പറഞ്ഞു പോവുകയും ചെയ്തു. തോമസിന്റെ ഫോൺ ഓപ്പൺ ചെയ്തവർ അതിൽ നിന്ന് ഹരിശങ്കർ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്യാമിനെ ഇല്ലാതാക്കിയ ഹരിശങ്കറിനെ ഇല്ലാതാക്കുവാൻ അന്നേ അവർ തീരുമാനിച്ചിരുന്നു. വെറിയോടെ തെളിവുകളൊക്കെ നശിപ്പിച്ച് അവർ പുറത്തേക്കിറങ്ങി. അടുത്ത ദിവസം വിവരം പുറം ലോകം അറിഞ്ഞു. അന്വേഷണം ആരംഭിച്ചു. അങ്ങോട്ടേക്ക് ഹരിയും എത്തിച്ചേർന്നിരുന്നു. ഷാഹുൽ അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ സാഹചര്യ തെളിവുകളും മറ്റും പരിശോധിച്ച് ഹരി അതൊരു കൊലപാതകമാണ് എന്ന് ഷാഹുലിനെ അറിയിച്ചു. പിന്നാലെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ചു. മകളെ ഓർത്ത് വിഷം കഴിച്ചവർ മരിക്കുകയായിരുന്നെങ്കിൽ മകളുടെ ഫോട്ടോയോ കുടുംബ ഫോട്ടോയോ ആയിരുന്നു അവരുടെ പക്കൽ കിടക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ കിടക്കുന്നത് മകളുടെ +2 ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അതും അവർ മരിച്ചു കിടക്കുന്നതിൽ നിന്നും കുറച്ചു ദൂരം മാറിയാണത് കിടക്കുന്നത്. വീടകത്ത് നിന്ന് കുറ്റിയിട്ട നിലയിലാണെങ്കിലും വീടിന്റെ അകത്തുകൂടെ ഒരാൾ സ്റ്റെയർ കയറി ഓടുവഴി പുറത്തിറങ്ങിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. ആ ഭാഗത്തെ മാത്രം കരിയിലകൾ മാറിക്കിടക്കുന്ന തരത്തിലാണ്. ഏറ്റവും ഒടുവിലായി തലേ ദിവസം അവിടെ മറ്റാരോ വന്നിട്ടുണ്ട്. അടുക്കളയിൽ ഗ്ലാസുകൾ കഴുകിവെച്ച നിലയിലുണ്ട്. അതിലെ വെള്ളം പോലും പറ്റിയിട്ടില്ല. പിന്നാലെ ഫോറൻസിക് ഉദ്യോഗസ്ഥ പറഞ്ഞു, വിഷം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഗ്ലാസിൽ നിന്ന് അവരവരുടെ ഫിംഗർ പ്രിന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് തോമസിന്റെ ഗ്ലാസിൽ നിന്ന് തോമസിന്റെ മാത്രം ഫിംഗർ പ്രിന്റും ഭാര്യ കുടിച്ച ഗ്ലാസിൽ നിന്ന് ഭാര്യയുടെ മാത്രം ഫിംഗർ പ്രിന്റേ ഉള്ളൂ. ഉടൻ ഹരി തന്റെ നിഗമനത്തിൽ കൃത്യമായി എത്തിച്ചേർന്നു. ഹരി പറഞ്ഞു, വിഷം കലർത്തിയത് തോമസ് ആണെങ്കിൽ തോമസിന്റെ ഫിംഗർ പ്രിന്റ് 2 ഗ്ലാസിലും ഉണ്ടാവണം. ഇനിയല്ല ആലീസ് ആണെങ്കിൽ ആലീസിന്റെ ഫിംഗർ പ്രിന്റ് 2 ഗ്ലാസിലും ഉണ്ടാവണം. പക്ഷേ ഗ്ലാസിൽ ഓരോരുത്തരുടെ ഫിംഗർ പ്രിന്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ഗ്ലാസ് അവർക്ക് മറ്റാരോ കൊടുത്തതാണ്. മാത്രമല്ല തലേന്ന് രാത്രിയിൽ പിഴിഞ്ഞിട്ട് നിരവധി നാരങ്ങാത്തുണ്ടുകൾ വേസ്റ്റ് ബാസ്ക്കറ്റിലുമുണ്ട്. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുറ്റാന്വേഷണം. അതിൽ ലോജിക്കലി നടക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ കിട്ടുന്ന കഥയായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. അതും പറഞ്ഞ് ഹരി ഇറങ്ങിപ്പോകുമ്പോ ഷാഹുൽ ഹരിയെ നോക്കി നിന്നിരുന്നു. അന്ന് തിരികെ പോകുമ്പോ ഹരി പ്രവീണിനെ വിളിച്ചു. 3 മാലകൾ പണയം വെക്കപ്പെട്ടിരുന്നല്ലോ. ആ പണയം വെച്ച പെൺകുട്ടി അന്വേഷണത്തിൽ ഹിമാചലിലോ മറ്റോ ടൂർ പോയിരിക്കുകയാണ് എന്ന് തെളിഞ്ഞിരുന്നു. ആ കുട്ടിയെ ഫോളോ ചെയ്യാനും ഹരി ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിന്റെ വിവരങ്ങൾ ഹരി പ്രവീണിനോട് തിരക്കി. പ്രവീൺ പക്ഷേ അത് വിട്ടുപിടിച്ചിരുന്നു. ഉടനടി അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ഹരി ആവശ്യപ്പെട്ടു. ഹരി പിന്നാലെ നിലയുടെ സുഹൃത്തുക്കളെ കണ്ട് നിലയുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി അവർക്കെന്തെങ്കിലും വിവരം അറിയാമായിരുന്നോ എന്ന കാര്യം തിരക്കി. ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല. അടുത്തതായി ഹരി പോയത് ജോസഫ് ചെമ്പോലയുടെ മകൾ ഏഞ്ചലെ കാണുവാനായിരുന്നു. ഏഞ്ചലിനടുക്കൽ ശരിക്കും ആ മാലയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഹരി ചോദിച്ചു. ആദ്യമേ പറഞ്ഞ കള്ളം ആവർത്തിക്കാനായിരുന്നു ഏഞ്ചൽ ശ്രമിച്ചത്. കോളേജിൽ പോകുമ്പോ ബൈക്കിൽ വന്നവർ പൊട്ടിച്ചു കൊണ്ടുപോയതാണെന്ന്. പക്ഷേ ഹരി പറഞ്ഞു, അങ്ങനെ പൊട്ടിച്ചതാണെങ്കിൽ പണയം വെച്ചെടുത്ത് നിന്ന് കിട്ടിയ ഈ മാലയിൽ പൊട്ടിച്ചതിന്റെ പാട് കാണണം, വിളക്കി ചേർത്തതിന്റെ പാടുണ്ടാകണം. അതില്ല. അപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പറയൂ. മടിയോടെയാണെങ്കിലും ഏഞ്ചൽ ഉള്ള സത്യങ്ങൾ മറ്റാരും അറിയരുത് എന്ന് പറഞ്ഞ് ഹരിയോട് പറയുകയാണ്. തന്നെ മയക്കുമരുന്നതെന്ന് പീഡിപ്പിച്ചതാണെന്നും അവൻ ചതിച്ചതാണ് എന്നും അവൾ വ്യക്തമായി പറഞ്ഞു. ശ്യാമിന്റെ ഫോട്ടോ കാണിച്ച് ഇവനാണോ എന്ന് ഹരി ചോദിച്ചെങ്കിലും ഇവനല്ലെന്നും ഒരു തമിഴനായിരുന്നു എന്നും ഏഞ്ചൽ ഹരിയോട് പറഞ്ഞിരുന്നു. ഒടുവിൽ അവളെ പീഡിപ്പിച്ചവരിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് 3 പേരെന്ന് അവൾ മറുപടി പറഞ്ഞു. ഇതേ സമയം സ്വർണം പണയം വെച്ചിരുന്ന ആ പെൺകുട്ടി തിരികെ എത്തിയെന്ന വിവരം ഹരിക്ക് ലഭിച്ചു. അവളെ ചോദ്യം ചെയ്യാൻ ഹരി ചെല്ലുകയാണ്. ശ്യാമിന്റെ ഫോട്ടോ കാണിച്ച് ഇവനുമായി നിനക്കെന്താ ബന്ധം എന്ന് ഹരി ചോദിച്ചപ്പോ സ്വർണം പണയം വെച്ച പെൺകുട്ടി തനിക്കൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊലപാതക കേസിൽ പ്രതിയാകും എന്ന് പറഞ്ഞ് ഹരി ഭീഷണിപ്പെടുത്തിയപ്പോ അവൾ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അവളൊരു തുണിക്കടയിലെ ജീവനക്കാരിയായിരുന്നു. ഒരിക്കൽ ട്രയൽ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറ്റുമ്പോ അതിലൊരു പഴയ ജീൻസ് അവൾ
അവൾക്ക് കിട്ടി. പീരിയഡ്സ് ആയതുകൊണ്ട് രക്തം പതിഞ്ഞ ജീൻസ് മാറ്റി ഉപേക്ഷിച്ച് പോയതായിരുന്നു ആരോ. ആ ജീൻസിന്റെ പോക്കറ്റിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേഴ്സിലായിരുന്നു പണയം വെച്ച 3 മാലകളും ഉണ്ടായിരുന്നത്. ആ വിവരം കിട്ടിയ പോലീസ് സംഘം ഉടനടി അവൾ ജോലി ചെയ്ത സ്ഥാപനത്തിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യത്തിൽ നിന്നും അന്ന് ജീൻസ് ഉപേക്ഷിച്ചു പോയ ക്രിസ്റ്റിയുടെ സംഘത്തിലെ പെൺകുട്ടിയെ അവർ കണ്ടെത്തുകയാണ്. അന്നയായിരുന്നു അത്. അതിൽ നിന്നും ഒരു ലീഡ് കൂടി ഹരിക്ക് ലഭിച്ചു. അന്ന തിരികെ പോകുമ്പോ ആ സ്ഥാപനത്തിലെ പർച്ചേസ് മാനേജർ അവളുമായി പരിചയഭാവത്തിൽ സംസാരിച്ചിരുന്നു. പക്ഷേ അന്ന ഒരു പരിചയവും കാണിക്കാതെ പോവുകയായിരുന്നു ചെയ്തത്. പിന്നാലെ പർച്ചേസ് മാനേജറെ കണ്ട് ഹരി ചോദ്യം ചെയ്തു. പർച്ചേസ് മാനേജർ പറഞ്ഞു, മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തപ്പോ അവിടെ പബ്ബിൽ വെച്ച് സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. ഞങ്ങളൊന്നിച്ച് പാർട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് കണ്ടപ്പോ പരിചയമില്ലാത്ത പോലെ പോയി. ഹരി പിന്നാലെ ഏത് പബ്ബാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഹരിയെന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഹരിയെ ചുറ്റിപ്പറ്റി ക്രിസ്റ്റിയും സംഘവും ഉണ്ടായിരുന്നു. അന്നയുടെ വിവരങ്ങൾ ഹരി മനസ്സിലാക്കി എന്നറിഞ്ഞതും തൽക്കാലത്തേക്ക് അവിടെ തുടരുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും ബാംഗ്ലൂരിലേക്ക് പോകാം എന്ന് ക്രിസ്റ്റി പറഞ്ഞു. മറ്റുള്ളവരൊക്കെ അത് അംഗീകരിച്ചെങ്കിലും കൂട്ടത്തിലെ സെലിൻ എന്ന പെൺകുട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. സെലിൻ മരണപ്പെട്ട ശ്യാമിന്റെ കാമുകിയായിരുന്നു. അവൾ ഫ്രസ്ട്രേറ്റഡായി ബഹളം കൂട്ടി. നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രമാണെന്നും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ എന്ന തരത്തിലൊക്കെ അവൾ പറഞ്ഞപ്പോ അത് മറ്റുള്ളവർക്കും കൊണ്ടിരുന്നു. ശ്യാം തനിക്ക് സഹോദരനെ പോലായിരുന്നു എന്ന് ലാൻസ് വന്നു പറഞ്ഞു. എല്ലാവരും ചേർന്ന് സെലിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തൽക്കാലത്തേക്ക് മാറുന്നതാണെന്നും ഹരിയുടെ മരണം തങ്ങളുടെ കൈകളിലൂടെയായിരിക്കും എന്നും സത്യ പറഞ്ഞു വെച്ചു. അതോടെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സെലിൻ കുറച്ചടങ്ങുന്നുണ്ട്. കഥ അവിടെ നിന്നും SP ഓഫീസിലേക്ക് നീങ്ങുന്നു. ചന്ദ്രബാബു നിയമ പോരാട്ടവും പ്രതിഷേധ റാലിയുമൊക്കെയായി ഹരിക്കെതിരെ തിരിഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ പ്രഷറും നിലവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. SPയോട് സംസാരിച്ച ഷാഹുൽ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചെന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോ തൽക്കാലം വെയിറ്റ് ചെയ്യൂ എന്നായിരുന്നു SP പറഞ്ഞത്. പിന്നാലെ ഹരി വിളിപ്പിക്കപ്പെട്ടു. തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഹരിയുടെ കണ്ടെത്തലുകളെപ്പറ്റി SP ചോദിച്ചു. കാര്യങ്ങൾ ഹരി വിശദീകരിച്ചു. ഹരിയുടെ കണ്ടെത്തൽ പ്രകാരം തോമസിനെ വകവരുത്തിയത് ശ്യാമിന്റെ സുഹൃത്തുക്കളാകാം എന്ന തരത്തിലായിരുന്നു. കൃത്യമായി പ്ലാൻ ചെയ്ത് അവർ നടത്തിയ റിവഞ്ചാണത്. അതിനുവേണ്ടി തോമസ് ജയിലിൽ നിന്ന് മോചിതനാകാൻ അവർ കാത്തിരുന്നു. കൂട്ടത്തിൽ ഏഞ്ചലിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതൊരു ഗ്രൂപ്പാവാനുള്ള സാധ്യതയെപ്പറ്റിയും ഹരി SP പറയുന്നുണ്ട്. തോമസിന്റെ മരണം പോലെ ഏഞ്ചലിന്റെ അച്ഛൻ ജോസഫിന്റെ മരണവും ആത്മഹത്യ പോലെ തോന്നിപ്പിച്ച ഒരു കൊലപാതകമാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആവാനാണ് സാധ്യതയെന്നും ഏഞ്ചലിന്റെ വീഡിയോ ശ്യാമിന്റെ ലാപ്ടോപ്പിൽ വന്നത് അതിനൊരു തെളിവാണെന്നും ഹരി ചൂണ്ടിക്കാട്ടി. ജോസഫ് ആത്മഹത്യ ചെയ്തത് ബാംഗ്ലൂരിൽ വെച്ചാണ്. സ്വർണം പണയം വെച്ച് ഹസീന എന്ന പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയ മൊഴിയടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയും ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. തുടരന്വേഷണത്തിന് ബാംഗ്ലൂരിൽ പോവേണ്ടി വരും. വൈകാതെ ഹരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാംഗ്ലൂർക്ക് തിരിക്കുകയാണ്. ബാംഗ്ലൂരിലെത്തി ഹരിയും സംഘവും അന്വേഷണം തുടരുമ്പോൾ ക്രിസ്റ്റിയും സംഘവുമാകട്ടെ തങ്ങളുടെ പതിവ് വേലകളുമായി തകർക്കുകയായിരുന്നു. മയക്കുമരുന്ന് വിതരണവും പെൺകുട്ടികളെ പീഡിപ്പിക്കലും എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. ഹരിയും സംഘവും അന്നയെ പലയിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ജോസഫ് ചെമ്പോലയുടെ കേസും ഹരി കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. തന്റെ എക്സ്പീരിയൻസിലെ ആത്മഹത്യാ കുറിപ്പുകളിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് എഴുതുമ്പോൾ ജോസഫ് പാനിക്കായിരുന്നു. ആരോ നിർബന്ധിച്ചെഴുതിയ ആത്മഹത്യാ കുറിപ്പ് പോലാണ് അതുള്ളത് എന്ന് ഹരി പറഞ്ഞു. മാത്രമല്ല തൂങ്ങി മരിച്ച ജോസഫ് ചെമ്പോല കിട്ടിയിരുന്ന തൂങ്ങിമരണത്തിനുള്ള കുരുക്ക് ശാസ്ത്രീയ അറിവുള്ള ഒരു പോലീസുകാരൻ ഒരിക്കലും ചെയ്യാത്ത തരത്തിലുള്ളതാണെന്നും അതുകൊണ്ട് ജോസഫിന്റെയും ആത്മഹത്യയല്ല കൊലപാതകമാവാനുള്ള സാധ്യതയാണുള്ളത് എന്നും ഹരി വിലയിരുത്തി. ആ സമയത്താണ് സഹപ്രവർത്തകയുടെ ഫോൺ കോൾ ഹരിക്കെത്തുന്നത്. അന്നയെ ഒരു പബ്ബിൽ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു അവരറിയിച്ചത്. ഹരി കോൺസ്റ്റബിൾ പ്രവീണിനൊപ്പം ഉടനടി സഹപ്രവർത്തക പറഞ്ഞ പബ്ബിലേക്ക് എത്തി. പബ്ബിലേക്ക് കയറുന്നതിന് മുമ്പ് അന്ന വന്ന കാർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ കാറിൽ GPS ഉള്ള തന്റെ വാച്ച് നിക്ഷേപിക്കാനും ഹരി മറന്നില്ല. പബ്ബിനകത്ത് വെച്ച് ഒരു ഏറ്റുമുട്ടൽ നടന്നു. പോലീസുകാരിയെ തള്ളി വീഴ്ത്തി അന്ന ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. കാറെടുത്ത് അവൾ വേഗത്തിൽ ഡ്രൈവ് ചെയ്തു പോയി. പിന്നാലെ ഓടിയെത്തിയ ഹരിയും സഹപ്രവർത്തകരും തങ്ങളുടെ വാഹനമെടുത്ത് ചേസിംഗ് ആരംഭിക്കുകയാണ്. ഡ്രൈവ് ചെയ്ത് വേഗത്തിൽ പോകുന്നതിനിടയിൽ അന്ന തന്റെ കാമുകൻ കൂടിയായ ക്രിസ്റ്റിയെ കോൾ ചെയ്തു. പോലീസ് തന്റെ പിന്നാലെയുള്ള കാര്യം അറിയിച്ചു. അന്നയോട് സമാധാനപ്പെടാൻ പറഞ്ഞ ക്രിസ്റ്റി തങ്ങളുടെ ഇടത്തേക്ക് കാർ ഓടിച്ചെത്തുവാൻ അന്നയോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ എല്ലാവരെയും വകവരുത്താൻ ഉറപ്പിച്ച് ക്രിസ്റ്റിയും സംഘവും പുറത്തേക്കിറങ്ങി. ഈ സമയം ചേസിംഗ് വീണ്ടും തുടരുകയാണ്. ഇതിനിടയിൽ പോലീസിൽ നിന്ന് വിദഗ്ധമായി
കുറച്ചു സമയത്തേക്ക് വെട്ടിച്ചു മാറിയ അന്ന ഒരിടത്ത് പാർക്ക് ചെയ്ത് മറന്നു കിടന്നു. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ഹരിയും സംഘവും വണ്ടിയിൽ നിന്നിറങ്ങിയ അന്നയെ അന്വേഷിച്ചു ചെന്നു. GPS ട്രാക്ക് ചെയ്ത് കൃത്യമായി അങ്ങോട്ടേക്ക് ഹരി എത്തിച്ചേർന്നതും ഹരിയെ കണ്ട അന്ന പാനിക്കായി കാർ വേഗം പിന്നോട്ടും മുന്നോട്ടും എടുത്ത് ഹരിയെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഹരി അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കാറ് വേഗത്തിൽ റിവേഴ്സ് എടുത്ത് ഹരിയെ ഇടിച്ചു വീഴ്ത്താൻ അന്ന ശ്രമിക്കുന്നതിനിടയിൽ എതിരെ നിന്നും പാഞ്ഞു വന്ന ഒരു ലോറി അന്നയുടെ കാറിനെ ഇടിച്ചു മറിക്കുകയായിരുന്നു. ആ അപകടത്തിൽ അന്ന കൊല്ലപ്പെട്ടു. ആ വിവരം ക്രിസ്റ്റിയെയും കൂട്ടുകാരെയും അപ്പാടെ ഒരു ഷോക്കിലാക്കിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മരണം അവരെ വെറുപിടിപ്പിച്ചു. അന്നയുടെ മൃതദേഹം അടുത്തുള്ള ജനറൽ ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാക്കപ്പെടുകയാണ്. ഈ സമയം എല്ലാത്തിനും ശേഷം പുറത്തേക്ക് വന്ന ഹരി പ്രവീണിനെയും സഹപ്രവർത്തകയെയും റെസ്റ്റിനായി റൂമിലേക്ക് പറഞ്ഞയച്ചു. ആന്റണിയോട് അവിടെ തുടരാനും ആവശ്യപ്പെട്ടു. ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഹരിയും തന്റെ വാഹനത്തിലേക്ക് പോയി. ഈ സമയത്തായിരുന്നു അത് സംഭവിക്കുന്നത്. ക്രിസ്റ്റിയും സംഘവും മോർച്ചറിക്കകത്തേക്കെത്തി. അങ്ങോട്ടേക്ക് കടന്നു വന്ന ഡോക്ടർ അവരെ കണ്ട് സംശയം തോന്നി ഉടനടി ഹരിക്ക് കോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഡോക്ടർ അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു. സംശയം തോന്നിയ ഹരി മോർച്ചറിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പുറത്തുണ്ടായിരുന്ന ആന്റണി അത് നോക്കിക്കണ്ടിരുന്നു. മോർച്ചറിയിലേക്ക് എത്തിയ ഹരി ക്രിസ്റ്റിയും സംഘവും ചേർന്ന് ഡോക്ടറെ ആക്രമിച്ച് നിൽക്കുന്നത് കണ്ടു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. 4 പേരും ഒന്നിച്ച് ഹരിയെ ആക്രമിച്ചു. അവർക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കാൻ ഹരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആന്റണി കൂടി കടന്നു വന്നു. അതോടെ ആന്റണിക്കെതിരെയും ആക്രമണമുണ്ടായി. ആന്റണിക്കും ഹരിക്കും ശക്തമായി പരിക്കേറ്റിരുന്നു. ഹരിക്കെതിരെ നല്ല രീതിയിൽ മർദ്ദനമേറ്റി പരിക്കേറ്റെങ്കിലും എഴുന്നേറ്റ് വന്ന് നിന്നിരുന്ന 4 സംഘം ഹരിയെ വകവരുത്തുമെന്ന ഘട്ടത്തിൽ എത്തി നിൽക്കെ വീണിരുന്ന ഡോക്ടർ പുറത്തേക്ക് എഴുന്നേറ്റ് പോയി അലാം മുഴക്കിയിരുന്നു. അതോടെ ക്രിസ്റ്റിയും സംഘവും ഡോക്ടറെ ബന്ദിയാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർക്ക് പിന്നാലെ പോവാൻ പറ്റാതെ ഏറെ പരിക്കേറ്റിരുന്ന ഹരി കുഴഞ്ഞു വീണിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ക്രിസ്റ്റിയും സംഘവും ഒരു സെമിറ്റേരിയിലെത്തി. അവിടെ ഇരുന്ന് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഏവരും ക്രിസ്റ്റിയെ കുറ്റപ്പെടുത്തി ക്രിസ്റ്റിക്കെതിരെ തിരിഞ്ഞിരുന്നു. പണ്ടേ ഹരിയെ കൊല്ലണം എന്നവർ ആവശ്യപ്പെട്ടതാണല്ലോ. ക്രിസ്റ്റിയായിരുന്നു അന്ന് ബാംഗ്ലൂരിലേക്ക് പോകാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തായി എന്നായിരുന്നു സെലിനടക്കം ഏവരും ചോദിക്കുന്നത്. ഒടുവിൽ ക്രിസ്റ്റി തന്നെ ഇടഞ്ഞു വന്നു. ഹരിയെ നമ്മൾ വകവരുത്തും എന്നവരോട് ഉറപ്പ് പറയുന്നതിനെ തുടർന്ന് എല്ലാവരും ഒന്നടങ്ങുകയാണ്. ഇതേ സമയം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹരിക്കും ഡോക്ടറിനും ആന്റണിക്കും ആരോഗ്യം മെച്ചപ്പെട്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഹരിയൊന്ന് കാണണമെന്നാവശ്യപ്പെട്ടു. ഹരി ഡോക്ടറെ കാണാനെത്തി. ഡോക്ടർ അപ്പോഴാണ് മരണപ്പെട്ടുപോയ അന്നയെയും സെലിനെയും മുമ്പേ തനിക്ക് അറിയാമെന്ന കാര്യം വെളിപ്പെടുത്തുന്നത്. അതേ ആശുപത്രിയിൽ മുമ്പ് ഡി അഡിക്ഷന് വേണ്ടി അവരെ കൊണ്ടുവന്നിരുന്നത്രേ. അന്ന് ഏറെ വെറുപിടിച്ച് ഡി അഡിക്ഷനോട് ഒട്ടും സഹകരിക്കാതെ അനിയന്ത്രിതമായ രീതിയിലായിരുന്നു അവർ പെരുമാറിയിരുന്നത് എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. ജയിലിൽ നിന്നുകൂടിയായിരുന്നു അവരെ കൊണ്ടുവന്നത് എന്ന വിവരം ഡോക്ടറിൽ നിന്നും ഹരി മനസ്സിലാക്കുന്നുണ്ട്. അതോടെ ഹരി ആ കേസ് ആ വഴിക്ക് തിരിച്ചു. ജയിലിൽ നിന്നും അന്നയുടെയും കൂടെയുള്ള പെൺകുട്ടിയുടെയും വിവരം ശേഖരിക്കാൻ ശ്രമിച്ചു. ആ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഹരി വൈകാതെ കുറച്ചധികം സുഖപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്നുള്ള ഡീറ്റെയിൽസും ഹരിക്ക് വന്നു കിട്ടി. പ്രവീണായിരുന്നു ഡാറ്റ കളക്ട് ചെയ്തത്. അന്നയെ കൂടാതെ മറ്റ് 2 പേർ കൂടി കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിലെ കൂടെയുള്ള പെൺകുട്ടിയുടെ പേര് സെലിൻ എന്നാണ്. പിന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പിടിക്കപ്പെട്ട മറ്റൊരു വ്യക്തി നമ്മുടെ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടിരുന്ന ശ്യാമായിരുന്നു. അവരുടെ പക്കൽ നിന്ന് വളരെ വലിയ എമൗണ്ട് മയക്കുമരുന്ന് പിടികൂടിയിരുന്നു. മറ്റൊരു പ്രധാന കാര്യം, ആ കേസ് അന്വേഷിച്ചതും അവരെ പിടികൂടിയതും ആത്മഹത്യ ചെയ്ത SI ആയ ജോസഫ് ആയിരുന്നു. പിന്നാലെ കേസിന്റെ അന്വേഷണം ആ വഴിക്ക് തിരിഞ്ഞു. അന്ന് ആ കേസ് ജോസഫ് കൈകാര്യം ചെയ്തപ്പോ കൂടെയുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിളിനെ അവർ ചെന്നു കണ്ടു. ആദ്യം അയാളൊന്നും വിട്ടു പറഞ്ഞില്ല. സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്ന് KSRTC ബസ്സിൽ ചെന്ന് KSRTC ബസ്സിലുണ്ടായിരുന്ന അവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മയക്കുമരുന്ന് കണ്ടെടുക്കുകയായിരുന്നു എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. പിന്നാലെ ജോസഫിന്റെ കേസ് അന്വേഷിക്കുന്നത് ഹരിയാണ്. സത്യങ്ങൾ പറയണമെന്ന് കർണാടക പോലീസിൽ നിന്ന് ഹരിയെ അസിസ്റ്റ് ചെയ്യാനുള്ള വ്യക്തി പറഞ്ഞതിനെ തുടർന്ന് അയാൾ നടന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. KSRTC കണ്ടക്ടറിൽ നിന്നും കോൾ വന്നതിനെ തുടർന്നായിരുന്നു ജോസഫും കോൺസ്റ്റബിളും കൂടി ആ ബസ്സിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ബസ്സിൽ പ്രശ്നം നടന്ന നിലയിൽ ബസ്സിനകത്തുണ്ടായിരുന്ന ശ്യാമിനെയും സെലിനെയും അന്നയെയും പുറത്തുവിടാതെ തടഞ്ഞ നിലയിലായിരുന്നു. ബസ്സിനകത്തിരുന്ന് അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചു
ഉപയോഗിക്കുകയും കണ്ടക്ടറെ തല്ലി മൂക്ക് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. കണ്ടക്ടറെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജോസഫ് എത്തി അവരുടെ ബാഗുകൾ പരിശോധിച്ചു. കിലോ കണക്കിന് മയക്കുമരുന്നായിരുന്നു അവരിൽ നിന്ന് കണ്ടെടുത്തത്. അവരെ അറസ്റ്റ് ചെയ്ത് ജോസഫ് കൊണ്ടുപോവുകയാണ്. എന്തു വേണമെങ്കിലും ചെയ്യാം സാറേ എന്നൊക്കെ ശ്യാം പറഞ്ഞെങ്കിലും ജോസഫ് അപ്പോൾ ഒന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിൽ ജോസഫ് അവർ കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്ന് കുറച്ചെടുത്ത് തന്റെ കയ്യിലിട്ട് വലിച്ചു. ആ ഒരു നിമിഷം ജോസഫ് ഒരു കറപ്റ്റഡ് ഓഫീസറാണ് എന്ന കാര്യം വ്യക്തമാവുകയായിരുന്നു. ശ്യാമിനും ധൈര്യമായി. സാറേ പണം തരാം, എല്ലാം ഒതുക്കി തീർക്കണം എന്ന തരത്തിൽ ശ്യാം സംസാരിച്ചു. അതല്ലേലും പണം തരണം, അതെനിക്ക് മാത്രമല്ല മൊത്തത്തിൽ തരേണ്ട വരും എന്ന് പറഞ്ഞ ജോസഫ് പക്ഷേ എനിക്കായിട്ട് എന്ത് തരും എന്നൊരു ചോദ്യം ചോദിച്ചു. പിന്നെ അർത്ഥം വെച്ച രീതിയിൽ സെലിനെയും അന്നയെയും നോക്കുകയും അവരുടെ കാലുകളിലേക്ക് തന്റെ കൈകൾ നീട്ടുകയും ചെയ്തു. ലൈംഗികമായ ആവശ്യമാണ് ജോസഫ് ഉന്നയിക്കുന്നത് എന്നുടനടി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജോസഫിന്റെ നീക്കം അന്നയെയും സെലിനെയും ശ്യാമിനെയും രോഷം കൊള്ളിച്ചു. അവർ പ്രതികരിക്കാൻ ശ്രമിച്ചു. ജോസഫ് അത് തുടർന്നപ്പോൾ വെറിപൂണ്ട അന്ന ജോസഫിന്റെ മുഖത്തേക്ക് തുപ്പി. ജോസഫ് തിരിഞ്ഞിരുന്നു. പക്ഷേ അയാളിലെ മൃഗമുണരുകയായിരുന്നു. സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ടുപോവാതെ അടുത്തുള്ള കാട്ടുപ്രദേശത്തേക്ക് കോൺസ്റ്റബിളിനെ കൊണ്ട് അയാൾ വണ്ടിയെടുപ്പിച്ചു. ശ്യാമിനെ വിലങ്ങിൽ ബന്ധിപ്പിച്ച് വണ്ടിക്കകത്തിരുത്തി സെലിനെയും അന്നയെയും അയാൾ മാറ്റി ഒരു മരത്തിൽ കൊണ്ടുപോയി ബന്ധിപ്പിച്ചു. ശേഷം അവരെ അയാൾ ക്രൂരമായി പീഡിപ്പിച്ചു. വിവരങ്ങൾ കുറച്ചധികം പൂർണ്ണമായി ലഭിച്ചതോടെ ഹരി എസ് പിയെ കാണാൻ മടങ്ങിയെത്തി. എസ് പിക്ക് മുമ്പിൽ വിവരങ്ങൾ ഹരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്ന് ബസ്സിൽ നടന്നതിനുള്ള പ്രതികാരമായിരുന്നു സാർ അവർ ജോസഫിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതും അയാളുടെ മകളെ കുടുക്കി പീഡിപ്പിച്ചതും. ഒരുപക്ഷെ ആ വീഡിയോ ചിത്രീകരിച്ച് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാകാം ജോസഫിനെ അവർ ആത്മഹത്യക്ക് വിധേയമാക്കിയത്. ഇത് തന്നെയാവാം ASI തോമസിന്റെ കാര്യത്തിലും സംഭവിച്ചത്. സാർ നിലവിൽ കൊല്ലപ്പെട്ട അന്ന എന്ന പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യാൻ സൈബർ സെക്യൂരിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ക്ലോസ് കോണ്ടാക്ട്സ് ഉടൻ കിട്ടും. മറ്റ് വിവരങ്ങളും. അവർ സംസാരിച്ചിരിക്കെ അങ്ങോട്ടേക്ക് ചന്ദ്രബാബു വന്നിട്ടുണ്ട് എന്നൊരു കോൺസ്റ്റബിൾ വന്നു പറഞ്ഞു. SP ചന്ദ്രബാബുവിനെ അകത്തേക്ക് വിളിച്ചു. അവിടെ ഹരിയുള്ളതുകൊണ്ട് ചന്ദ്രബാബു കുറച്ച് അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. പിന്നാലെ ഷാഹുൽ അന്നയുടെയും ശ്യാമിന്റെയും സെലിന്റെയും ഫോട്ടോസ് ചന്ദ്രബാബുവിനെ കാണിച്ച് ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു. അറിയുമെന്നായിരുന്നു ചന്ദ്രബാബുവിന്റെ മറുപടി. എങ്ങനെയാണ് അറിയുന്നത് എന്നായി അവരുടെ അടുത്ത ചോദ്യം. അപ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അവർ മൂവരും അറസ്റ്റ് ചെയ്യപ്പെട്ട് KSRTC ബസ്സിലെ സംഭവമുണ്ടല്ലോ, അന്ന് ആ ബസ്സിലെ കണ്ടക്ടർ ചന്ദ്രബാബു ആയിരുന്നു. അകത്ത് പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അകത്തേക്ക് കടന്ന ചന്ദ്രബാബു ശ്യാമിനെയും സെലിനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയും അവരുടെ ബാഗ് പരിശോധിക്കാൻ നോക്കിയപ്പോഴുമായിരുന്നു അവർ ചന്ദ്രബാബുവിനെ മർദ്ദിച്ചത്. പിന്നാലെയായിരുന്നു ചന്ദ്രബാബു പോലീസിനെ വിളിച്ചത്. ഒക്കെ പറഞ്ഞ ശേഷം ചന്ദ്രബാബു ചോദിച്ചു, അതൊരുപാട് നാളുകൾക്ക് മുമ്പ് നടന്നതല്ലേ, ഇപ്പൊ എന്താണ് സാർ അതിന്? ഷാഹുൽ പറഞ്ഞു, അന്നത്തെ ആ സമ്പത്തിന് അവരുടെ പ്രതികാരമായിരുന്നു നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണം. ചന്ദ്രബാബു അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്നതിന്റെ പേരിൽ ഈ കുട്ടികളാണ് എന്റെ മകളെ കൊന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാറേ. നിങ്ങൾക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്നെ കരുവാക്കണ്ട. ഹരിയെ ഉദ്ദേശിച്ച് ചന്ദ്രബാബു കൂട്ടിച്ചേർത്തു. ഹരിക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നും പറഞ്ഞായിരുന്നു ചന്ദ്രബാബു അവിടെ നിന്ന് പോയത്. പക്ഷേ അന്ന് ഹരിക്ക് മറ്റൊരു സംശയം തോന്നി. അങ്ങനാണെങ്കിൽ അവരുടെ ലിസ്റ്റിൽ തന്റെ മകൾ വന്നതെങ്ങനെ എന്നതായിരുന്നു അത്. ഷാഹുലുമായി അന്ന് തന്റെ ഭാര്യ ഗീതയെ കാണാൻ ഹരി പോവുകയാണ്. അന്ന് അവരുടെ ഡിവോഴ്സ് കേസിന്റെ ഹിയറിംഗ് ആയിരുന്നു. ഗീത അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഗീത ആദ്യം ചിന്തിച്ചത് ഒരു സമാധാന സംഭാഷണത്തിന് കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കാൻ ഷാഹുൽ വരുന്നതെന്നായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലായിരുന്നു താല്പര്യമില്ലാതെ അവർ പെരുമാറിയത്. പക്ഷേ ഷാഹുൽ അതിനല്ലെന്ന് വ്യക്തമാക്കി. ശ്യാമിന്റെയും സെലിന്റെയും അന്നയുടെയും ഫോട്ടോ ഗീതയെ കാണിച്ചു. ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു. ഒരു ഞെട്ടലോടെ ആ ഫോട്ടോ നോക്കിക്കണ്ടേ അവൾ അറിയുമെന്ന് പറഞ്ഞു. പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ചു. അന്നവർ പിടിക്കപ്പെട്ട ബാംഗ്ലൂർ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതേ ബസ്സിലെ യാത്രക്കാരായി ഗീതയും മകൾ നിലയുമുണ്ടായിരുന്നു. ബസ്സിനകത്തിരുന്ന് അവർ വലിയ തോതിൽ ചുംബിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും മറ്റും ഗീതയും നിലയും കണ്ടു. ഒടുവിൽ സഹിക്കവയ്യാതെ ഗീത അതിനെതിരെ പ്രതികരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിൽ രോഷം പൂണ്ട ശ്യാം ഗീതയെ കടന്നാക്രമിച്ചു. അതായിരുന്നു ആ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം. പിന്നെയാണ് ചന്ദ്രബാബുവിനെ വിളിക്കുന്നതും ചന്ദ്രബാബു ആക്രമിക്കപ്പെടുന്നതും പോലീസിനെ വിളിക്കുന്നതും പോലീസ് വന്നവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതുമെല്ലാം. അതോടെ കാര്യങ്ങൾ പൂർണ്ണമായി ഹരിക്ക് മനസ്സിലായി. ഹരി പക്ഷേ ഒന്നും തന്നെ ഗീതയോട് വിശദീകരിച്ചില്ല. ഈ ഒരു അവസരത്തിലെങ്കിലും അത് പറയുന്നതല്ലേ നല്ലത്. നിന്റെ തെറ്റുകൊണ്ടല്ല മകൾ മരിച്ചത് എന്നവർ മനസ്സിലാക്കട്ടെ എന്ന് ഷാഹുൽ സൂചിപ്പിച്ചെങ്കിലും അത് വേണ്ടെന്ന് ഹരി പറഞ്ഞു. ഇത്രയും നാൾ മകളുടെ മരണത്തിന് താനാണ് ഉത്തരവാദി എന്ന തരത്തിൽ താൻ അനുഭവിച്ച വേദന ഗീത അനുഭവിക്കണ്ട എന്നായിരുന്നു ഹരിയുടെ തീരുമാനം. അന്ന് കോടതി ഹിയറിംഗിൽ ഹരി വലിയ തോതിൽ കുറ്റപ്പെടുത്തൽ നേരിട്ടെങ്കിലും ഗീതയെ കുറ്റപ്പെടുത്താനോ ഗീതയാണ് മകളുടെ മരണത്തിന് പിന്നിലെ സംഭവങ്ങൾക്ക് ഹേതുവായത് എന്നവരെ അറിയിക്കാനോ ഹരി തയ്യാറായില്ല. കോടതിയിൽ നിന്നിറങ്ങുമ്പോൾ ഹരിക്ക് പ്രവീണിന്റെ കോൾ വന്നു. അന്നയുടെ ഫോൺ തുറന്നുവെന്നും അതിൽ അന്ന അവസാനം വിളിച്ച നമ്പർ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നും ആ നമ്പർ ഇപ്പോൾ കേരളത്തിൽ ആക്റ്റീവായിട്ടുണ്ട് എന്നും
ഇതെല്ലാമായിരുന്നു ഹരിയോട് പ്രവീൺ പറഞ്ഞത്. എവിടെയാണ് നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് ഹരി ചോദിച്ചപ്പോ കണ്ടക്ടർ ചന്ദ്രബാബുവിന്റെ വീടിന്റെ പരിസരത്താണ് എന്നായിരുന്നു പ്രവീണിന്റെ മറുപടി. ചന്ദ്രബാബുവിന്റെ ജീവൻ അപകടത്തിലാണ് എന്നതോടെ ഹരി മനസ്സിലാക്കിയിരുന്നു. അതോടെ ചന്ദ്രബാബുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഉടൻ പുറപ്പെടാൻ പ്രവീണിനോടും ആന്റണിയോടും ഹരി നിർദ്ദേശിച്ചു. അവർ ചന്ദ്രബാബുവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ അറിഞ്ഞത് ചന്ദ്രബാബു ജോലിക്ക് പുറപ്പെട്ടെന്നായിരുന്നു. അവരെത്തിയപ്പോഴേക്കും ചന്ദ്രബാബുവിന്റെ ശരീരത്തിൽ ക്രിസ്റ്റി കത്തികുത്തി ഇറക്കി. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഹരിക്കും മറ്റും എത്താൻ സാധിച്ചതുകൊണ്ട് ചന്ദ്രബാബുവിനെ വേഗം ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ക്രിസ്റ്റിയും മറ്റും രക്ഷപ്പെട്ടു പോയിരുന്നു. അതോടെ ഹരിക്കുള്ളിലൊരു ഭയമുണ്ടായി. അടുത്തതായി ക്രിസ്റ്റിയും സംഘവും ആക്രമിക്കുക ഗീതയായിരിക്കും എന്നവന് തോന്നിയിരുന്നു. ഗീത മാറി താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് ഹരി വേഗം ചെന്നെങ്കിലും ഗീത അവിടെ ഉണ്ടായിരുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് സ്വന്തം വീട്ടിൽ പോയെന്നായിരുന്നു അയൽവാസിയിൽ നിന്ന് ഹരി അറിഞ്ഞത്. ഹരി ഉടൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഗീത ഇതേ സമയം നാട്ടിലെ തന്റെ വീട്ടിൽ മിന്നുവിനൊപ്പം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായ തന്റെ അച്ഛനുമൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ സമയത്താണ് അവിടുത്തെ വേലക്കാരൻ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. മിന്നുവും തനിക്ക് നായയെ കാണണം എന്ന് പറഞ്ഞ് വേലക്കാരനൊപ്പം പുറത്തേക്ക് പോയി. കുറച്ചു സമയം പിന്നിട്ടിട്ടും മകളെ കാണുന്നുണ്ടായിരുന്നില്ല. ഗീത നോക്കുവാൻ പുറത്തേക്ക് കടന്നപ്പോ ശരീരം മുഴുവൻ ചോര തെറിച്ച് ചോരയിൽ പുരണ്ട് മകൾ കയറി വരുന്നു. ഗീത അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടിരുന്നു. മിന്നുവിന് പിന്നാലെ കയറി വന്നത് ക്രിസ്റ്റിയും സംഘവുമായിരുന്നു. അവരെ കണ്ടതും ഗീത ഞെട്ടിത്തെറിച്ചുപോയി. വൈകാതെ ഗീതയും മിന്നുവും ഗീതയുടെ പപ്പയും അവരുടെ ബന്ദിയായി മാറി. അവർ ഹരിയെ വിളിച്ച് വീഡിയോ കോളിൽ അവരെ കാണിച്ച് ഹരിയെ ഭീഷണിപ്പെടുത്തി. ഒറ്റയ്ക്കിങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അവരെ വകവരുത്തുമെന്നും പറഞ്ഞു. ആദ്യമേ ഹരി കുറച്ച് പാനിക്കായി പോയിരുന്നു. പക്ഷേ പിന്നാലെ യാത്ര തിരിച്ച ഹരി ഒന്ന് തീരുമാനിച്ചു. അവരെ വകവരുത്തണം എന്നായിരുന്നു അത്. ആ സമയത്ത് ഷാഹുൽ വിളിച്ചു. ഗീതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും താൻ തുടർച്ചയായി ട്രൈ ചെയ്യുന്നുണ്ട് എന്നും ഷാഹുൽ ഹരിയോട് പറഞ്ഞു. ഉടൻ ഹരി മറുപടി കൊടുത്തു. SP കൊടുക്കാനുള്ള റിപ്പോർട്ട് നീ ഫൈനലൈസ് ചെയ്തോളൂ. ഈ ജോലിക്ക് ഞാൻ മെഡിക്കലി ഫിറ്റ് അല്ലെന്ന്. ഹരിയ പറഞ്ഞതിനർത്ഥം വ്യക്തമായിരുന്നു. ഹരിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് ഷാഹുലിനോട് ഹരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാനസിക പ്രശ്നമുള്ള ഒരാൾ കൊലപാതകങ്ങൾ ചെയ്താലും അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുമല്ലോ. ഹരി പിന്നാലെ ലക്ഷ്യസ്ഥാനത്തേക്ക് വെച്ചുപിടിച്ചു. അപ്പോഴേക്കും ഗീതയുടെ വീട്ടിൽ ചിലത് അരങ്ങേറുകയായിരുന്നു. ക്രിസ്റ്റി താനും സംഘവും ചേർന്ന് ഗീതയുടെ മകൾ നിലയെ പീഡിപ്പിച്ച വീഡിയോ ഗീതയെ കാണിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴായിരുന്നു മകളുടെ മരണത്തിന്റെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം താനായിരുന്നു എന്ന് ഗീത മനസ്സിലാക്കുന്നത്. ഇതേസമയം സത്യ ഒരു ചുരുട്ട് കത്തിച്ചു വലിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവസരം മുതലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഗീതയുടെ പപ്പ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മദ്യം ലൈറ്റർ കത്തിച്ചതും അവന്റെ മുഖത്തേക്കൊഴിച്ചു. ആൽക്കഹോൾ ആണല്ലോ. തീയവന്റെ മുഖത്ത് കത്തിപ്പിടിച്ചു. ആ ഒരു നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ സത്യയിലേക്ക് തിരിഞ്ഞു. ഈ അവസരം മുതലെടുത്ത് ഗീതയും ഗീതയുടെ പപ്പയും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. പപ്പ പാരലൈസ്ഡ് ആയ വ്യക്തിയാണ്. അവർ സത്യയുടെ മുഖത്തെ തീയണയ്ക്കുമ്പോഴേക്കും പപ്പയുടെ കയ്യിലേക്ക് പപ്പയുടെ മിലിറ്ററി പിസ്റ്റൾ എത്തിയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, സത്യയും മറ്റുള്ളവരും പപ്പയുടെ പിസ്റ്റൾ മുനയിലായി. ഗീതയോടും മകളോടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പപ്പ ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ പപ്പയെ അവിടെ വിട്ട് ഗീത മിന്നുവിനെയും കൂട്ടി ട്രക്കെടുത്ത് ഓടിച്ചു പോവാൻ ആരംഭിച്ചു. വെടിയുണ്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ ക്രിസ്റ്റിയും മറ്റുള്ളവരും മുറികളിലേക്ക് കയറി ഒളിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ വെറിപൂണ്ട ക്രിസ്റ്റി മുന്നിലേക്ക് ഓടി വന്നു. ഗീതയുടെ പപ്പ വെടിവെക്കുന്നതിന് മുമ്പേ കത്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കി. പിന്നാലെ പുറത്തേക്കിറങ്ങി അവർ വാഹനമെടുത്ത് രക്ഷപ്പെട്ടു പോയ ഗീതയുടെ പിന്നാലെ ചേസ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. റബ്ബറൻ തോട്ടത്തിലൂടെയും മറ്റും ചേസിംഗ് നടന്നു. ഒടുവിൽ ഗീതയുടെ വണ്ടിക്ക് വട്ടമിട്ട് ഗീതയെ അവർ പിടികൂടി. ക്രിസ്റ്റി ഗീതയെ ആക്രമിച്ചു. ഗീതയുടെ വയറിന്റെ ഭാഗത്ത് ഒരായുധം കുത്തിയിറക്കി. പിന്നാലെ മിന്നുവിനെ പിടികൂടാൻ ക്രിസ്റ്റി ചെന്നെങ്കിലും വണ്ടിയിൽ നിന്നും മിന്നു റബ്ബറൻ തോട്ടത്തിനകത്തേക്ക് ഓടിയിരുന്നു. തുടർന്ന് ക്രിസ്റ്റിയും സത്യയും സെലിനും ലാൻസും അടങ്ങുന്ന 4 സംഘം മിന്നുവിനെ തിരയാൻ ആരംഭിച്ചു. ഓടിയ മിന്നു റബ്ബറൻ തോട്ടത്തിന് നടുവിലുള്ള ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറി മറഞ്ഞിരുന്നിരുന്നു. അതേസമയം മറുവശത്ത് ഗീതയ്ക്കടുത്തേക്ക് ഹരി എത്തിച്ചേർന്നു. പരിക്കേറ്റ ഗീതയുടെ വയറ്റിൽ ഒരു തോർത്തെടുത്ത് അവൻ മുറുക്കി കെട്ടി. മിന്നു കാടിനകത്തേക്ക് പോയിരിക്കുകയാണ് എന്ന കാര്യം അവൾ സൂചിപ്പിച്ചു. പിന്നാലെ തന്റെ തെറ്റുകൾക്ക് ഹരിയോട് അവൾ സോറിയും പറഞ്ഞു. ഹരി പിന്നാലെ റബ്ബറൻ തോട്ടത്തിനകത്തേക്ക് മിന്നുവിനെ തിരഞ്ഞോടുകയാണ്. കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന മിന്നുവിനെ ക്രിസ്റ്റി കണ്ടെത്തിയിരുന്നു. പക്ഷേ ക്രിസ്റ്റിയുടെ ദേഹത്തേക്ക് അവിടുത്തെ വസ്തുക്കൾ തട്ടിയിട്ട് മിന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശബ്ദം കേട്ട് തിരച്ചിലായിരുന്ന സത്യയും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് എത്തി. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത പോരാട്ടമായിരുന്നു. ജീവൻ മരണ പോരാട്ടം. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാനും 4 സംഘത്തെ കീഴ്പ്പെടുത്താനും ഹരി പരമാവധി ശ്രമിച്ചു. കുത്തടക്കമേറ്റ് ഹരിക്ക് സാരമായ പരിക്കേറ്റെങ്കിലും ഹരി അവിടെ
ഉണ്ടായിരുന്ന 4 സംഘത്തെയും അടിച്ചു വീഴ്ത്തി ക്രിസ്റ്റിയുടെ കഴുത്തിൽ കുരുക്കിട്ട് ക്രിസ്റ്റിയെ വകവരുത്തും എന്ന ഘട്ടത്തിലേക്ക് ഹരി നീങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശാഹുലും മറ്റുള്ളവരും എത്തിച്ചേർന്നിരുന്നു. അവിടെയുള്ള ഏവരെയും അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഹരി സ്വതന്ത്രനായി. മിന്നു ഓടിവന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മിന്നുവിന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. ഹരിയും കുടുംബവും അതാഘോഷിക്കാനുള്ള തിരക്കിലാണ്. അപ്പോഴായിരുന്നു ഷാഹുൽ വന്നത്. കഴിഞ്ഞ ദിവസം നീ എവിടെയായിരുന്നു എന്ന് ഹരിയോട് ഷാഹുൽ ചോദിച്ചു. താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഹരി പറഞ്ഞത്. പിന്നാലെ ആ വിവരം ഷാഹുൽ പറഞ്ഞു. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങി ക്രിസ്റ്റിയും സംഘവും ബാംഗ്ലൂരിലേക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടിരുന്നു. പോകുന്ന വഴിയിൽ ഒരിടത്ത് വെച്ച് അവർ മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചു. ഹരിയെ കൊല്ലുമെന്നും കുടുംബത്തിനെതിരെ വരുമെന്നും അവർ പിന്നാലെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവരുടെയൊക്കെ മൂക്കിൽ നിന്ന് രക്തമൊലിക്കാൻ ആരംഭിച്ചു. പിന്നാലെ അവരേവരും കൊല്ലപ്പെടുകയാണ്. മയക്കുമരുന്ന് ഓവർഡോസ് ആയതിന്റെ പേരിൽ 4 പേരും കൊല്ലപ്പെട്ട് കിടക്കുന്നതിന്റെ വാർത്തകൾ ടിവിയിൽ ഓടുന്നുണ്ടായിരുന്നു. ഒരു കൂസലുമില്ലാതെ ഹരി അതൊക്കെ നോക്കിക്കണ്ടു. ഹരിയാണോ അത് പ്രവർത്തിച്ചത് എന്നറിയാനായിരുന്നു ഷാഹുൽ ഹരി കഴിഞ്ഞ ദിവസം എവിടായിരുന്നു എന്ന ചോദ്യം അവനോട് ചോദിച്ചത്. അപ്പോഴേക്കും ഗീത വന്ന് ഹരിയെ വിളിച്ചു. ഹരി മകൾ കേക്ക് മുറിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. പിന്നാലെ ഒരു കാര്യം കൂടി വ്യക്തമായി. കഴിഞ്ഞ ദിവസം അവർക്ക് വിതരണം ചെയ്ത മയക്കുമരുന്നിൽ ഓവർഡോസ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ കൊലപ്പെടുത്തിയത് ഹരി തന്നെയാണെന്ന്. തനിക്കും കുടുംബത്തിനും എതിരെ വരാൻ സാധ്യതയുള്ള ജീവന് ഭീഷണിയാകുന്ന അവസാന 4 അംഗത്തെയും ഹരി ഇല്ലായ്മ ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന രസകരമായ ഈ ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.